Hello friends, Assalamu alaikum. ഈസി ആൻഡ് ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കറുമുറേനെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് മുരിങ്ങയില ഇങ്ങനെ ചെറിയ തണ്ടോട് കൂടിയിട്ട് എടുത്തു മാറ്റാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഈ സ്നാക്ക്. നമുക്ക് ഈ മുരിങ്ങയില 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. നോർമൽ വാട്ടറിൽ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അഴുക്ക് പോകും ചെയ്യും. നമ്മുടെ ഈ മുരിങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കും ചെയ്യും. നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. അതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിൽ ഈ മുരിങ്ങയില നന്നായി ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ നന്നായി മുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഫസ്റ്റത്തെ പ്രാവശ്യം ഉണ്ടാക്കിയത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്നാക്കിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മുരിങ്ങയില ആണെന്ന് ആർക്കും മനസ്സിലാകുകയൊന്നും ചെയ്യില്ല. നമ്മുടെ മക്കളെയൊക്കെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ നൈറ്റാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മൾ മുഴുവനും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനും ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിഡു ഐറ്റമാണിത്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്